അത് തുടങ്ങുക, അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും, അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. ഇപ്പോ നമ്മൾ ഇൻകലിനെ കുറിച്ച് പറഞ്ഞു, കിൻഫ്രയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ KSIL ഇപ്പോ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്ഥലം KSIL ആണ് നോക്കുന്നത്. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് പരിമിതിയുണ്ട്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീണ്ടും പുറകിലേക്ക് നടന്നു പോകും കേരളം. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. ഒരു സ്ഥലത്തും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമോ? പിന്നെ മിനറൽ കോറിഡോറാണ്. മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോളിസി അനുസരിച്ചിട്ടാണ്. എന്താണ് അതിൽ നിന്ന് ഇത്രയും വലിയൊരു ധാതു സമ്പത്ത് കേരളത്തിനുണ്ടായിട്ട്? ഏറ്റവും വലിയ അപൂർവമായ റെയർ എർത്തിന്റെ കോറിഡോറാണ് കേരളം. കാസർഗോഡ് വലിയ ബോക്സൈറ്റ് ഇതാണ്. അത് വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന് വലിയ വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ, തൊഴിലുണ്ടാക്കുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ ആർക്കാണ് ഈ ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനെയാണ് വയ്ക്കുന്നത്. കോൺട്രാക്ട് ലേബറെ KMML ആളെടുത്തിട്ട് എത്ര നാളായി? IREൽ ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ട് പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടർ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ക്ലീഷേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന്, ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.